പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 165/2024 ഒരു സെക്ഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അതിന്റെ ബാലൻസ് കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ചെയ്യുക. ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല അല്ലെ, ഒരു 30 സെക്കൻഡിന്റെ പണിയേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. താഴെ ജസ്റ്റ് ഒരു കമന്റ് കൂടി ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ഇട്ടിട്ട് പോകാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഗംഭീരമാക്കണ്ടേ? അടുത്ത ക്ലാസ്സുകൾ ഗംഭീരമാക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അല്ലെ, നിങ്ങളുടെ മെസ്സേജുകൾ വേണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് മെസ്സേജ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് നോക്കിയാലോ, ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഈ നമ്മള് ആമുഖത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഓക്കെ, ആമുഖത്തിന്റെ ശില്പി ആര്? ആമുഖത്തിന്റെ ശില്പി ആരാണ്? ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ ഇന്ന് എന്തൊക്കെ പോയിന്റ് പറയുന്നുണ്ടോ അതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഈ ജവഹർലാൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് എന്ന് പറഞ്ഞു അല്ലെ. ഈ ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി മാസം 22-നാണ്. 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയത്തെ ആമുഖമാക്കിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. എങ്കിൽ ആമുഖം നിലവിൽ വന്നത് എന്നാണ്? ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-ാണ്. ഇനി ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചോ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഈ ലക്ഷ്യപ്രമേയത്തെ ആമുഖമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? 47 ജനുവരി മാസം 22-നാണ്. ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി ഈ ആമുഖത്തിലെ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമാണ് ആമുഖം എന്ന് പറഞ്ഞു അല്ലെ. ആ ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ എന്ന് പറയുന്നത്? ഞാൻ ഓരോ പോയിന്റ് പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഒന്നാമത്തെ ആശയം എന്താണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. രണ്ടാമത്തെ പോയിന്റ് പഠിക്കാം. മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. എന്താണ് പറഞ്ഞത്? മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. പിന്നെന്താണ്? യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമോ ആയ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകൾ ആയിരിക്കുകയും പിന്നെ ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. പിന്നെ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഭരണഘടനയും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഉറപ്പാക്കണം.
പിന്നെ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവര്, മറ്റു പിന്നോക്ക വിഭാഗക്കാര് തുടങ്ങിയവയ്ക്ക് മതിയായ സംരക്ഷണം നൽകണം. രാഷ്ട്രത്തിന്റെ അഖണ്ഡത നിലനിർത്തണം, യൂണിറ്റി നിലനിർത്തണം. ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും എന്നതും ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്, അതായത് ഈ ആമുഖത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് ലക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ്. എന്താണ്? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ആമുഖം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമത്തിൽ, എങ്ങനെയാണ്? ദൈവത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? HV കമ്മത്താണ്. ആരാണ്? HV കമ്മത്ത്. ഞാൻ ഇതിങ്ങനെ ഓർത്തെന്ന് അറിയാം, നമ്മുടെ കമ്മത്താന്റെ കമ്മത്ത് സിനിമയില്ലേ, മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും, അതിൽ കണ്ടിട്ടില്ലേ അവര് ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അവരുടെ വേഷവും വിധാനവും ഒക്കെ അങ്ങനെയാണ് അല്ലെ. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ, കേട്ടോ, അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചത് കേട്ടോ, ആ കമ്മത്ത് സിനിമ കേട്ടോ. ദൈവത്തിന്റെ നാമത്തിൽ എന്നതായിരിക്കണം, എന്ന വാക്കോട് കൂടിയിട്ടായിരിക്കണം ആമുഖം തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? കമ്മത്താണ് അല്ലെ, കമ്മത്ത്. ഇനി ഈ ഭരണഘടനയ്ക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, അത് ആമുഖമായി മാറി, ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് എന്നൊക്കെ പറയല്ലേ. പക്ഷേ ഈ ആമുഖം എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഒരു ആമുഖം ഉൾപ്പെടുത്തണം എന്നതിന്റെ ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ആരാണ്? BN റാവു ആണ്. ആരാണ്? BN റാവു അല്ലെ. BN റാവു കൈവയ്ക്കാത്ത മേഖലയൊന്നും ഇല്ല അല്ലെ. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി. ഇനി ഈ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് നെഹ്റു ആണ്. എന്നാൽ ആമുഖം എന്ന ആശയം ആദ്യം കൊണ്ടുവന്നത് BN റാവു ആണ് കേട്ടോ. ഇനി എത്ര പ്രാവശ്യം നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ആണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു? ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഏതാണ് ഭേദഗതി? 1976 42-ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. 1976 42-ാം ഭേദഗതിയാണ്. ഈ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? വാക്കുകൾ, ഏതൊക്കെ വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോഷ്യലിസം, മതേതരത്വം. സോഷ്യലിസം, മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പദം മാത്രമാണ് അതിനുണ്ടായിരുന്നത്. അതിനു പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും പഠിച്ചവരൊക്കെ ഒപ്പം പറഞ്ഞു വരണം കേട്ടോ. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ആക്കി മാറ്റി. അപ്പൊ ഇതാണ് എന്ത് ചെയ്തത്? ഭേദഗതി ചെയ്തത്. 1976 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പദത്തിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആ സമയത്ത്? ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഹമ്മദ്. ഇനി ഈ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1977 ജനുവരി മാസം 3-ാം തീയതിയാണ് എന്തേത് നിലവിൽ വന്നത്. ഈ ആമുഖം ന്യായവാദത്തിന് അർഹമാണ്. നമുക്ക് ഈ ആമുഖത്തിന്റെ പേരിൽ കോടതി പോയിട്ട് വായിച്ചെടുക്കാൻ കഴിയുമോ? പറ്റില്ല. ന്യായവാദത്തിന് അർഹമല്ല. ന്യായവാദത്തിന് അർഹമായ ഒരേ ഒരു കാര്യമുള്ള ഏതാണ്? മൗലിക അവകാശം മാത്രമല്ലേ. ന്യായവാദത്തിന് അർഹമല്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഓരോ പേജുകൾ ഉണ്ടാവും അല്ലേ. ആ പേജിനെയൊക്കെ അലങ്കരിച്ചിട്ട് മനോഹരമാക്കിയത് ആരാണ്? ആമുഖത്തിന്റെ പേജുകളിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാണ്? റാം മനോഹർ സിൻഹ. ആരാണ്? റാം
മനോഹർ സിൻഹ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42-ാം ഭേദഗതിയാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പദത്തിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. ആമുഖം ന്യായവാദത്തിന് അർഹമാണോ? ആണോ? അല്ല. ഈ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ചു മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. ഇത് നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മുടെ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയാണ് ആമുഖത്തിന്റെ വിശേഷണങ്ങൾ? വേഗം വേഗം പറയേ, പഠിച്ചവരൊക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്ക്. എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ്. പിന്നെ അലങ്കാരമാണ്. അലങ്കാരം, ആഭരണം, പിന്നെ തത്വം, സാരാംശം, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോല്. ഇതൊക്കെയാണ് നമ്മുടെ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ്. അലങ്കാരമാണ്. ആഭരണമാണ്. തത്വമാണ്. സാരാംശമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങളിലേക്ക് അല്ലെ, അവരുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോലാണ് എന്ന് പറയുന്നതും ഇതൊക്കെ എന്താണ്? ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ്. ആമുഖത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? ആമുഖത്തിന് എത്ര ഭാഗങ്ങൾ ഉണ്ട്? എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളാണ് അല്ലെ. എത്ര ഭാഗങ്ങളാണ്? ആമുഖത്തിന് 4 ഭാഗങ്ങളാണ്. പിന്നെ ഈ 4 ഭാഗങ്ങൾ എന്ന് പറയുന്നതില് ഒന്നാമത്തെ ഭാഗം ഏതാണ്? ഒന്നാമത്തെ ഭാഗം. 4 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്താണ്? അതായത് നമ്മുടെ ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം. ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം ഒന്നാമത്തെ ഭാഗമാണ് കേട്ടോ. അതിൽ ഈ അധികാരത്തിന്റെ ഉറവിടം പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ജനതയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന അധികാരം നേടിയതെന്ന് ആമുഖം പറയുന്നുണ്ട്. ഈ ആമുഖത്തിൽ പറയുന്നത് നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് അധികാരം നേടിയത്. ഈ അധികാരം നേടിയത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. അപ്പൊ അധികാരത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ പഠിച്ചു. അധികാരത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? നമ്മുടെ ജനങ്ങളിൽ നിന്നാണ് കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ എന്താണ്? ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവം. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണ്? സ്വഭാവം ഇന്ത്യയെ ഒരു പരമാധികാരിയും സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കൻ രാഷ്ട്രമായിട്ടും പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ സ്വഭാവം പരമാധികാര സോഷ്യലിസ്റ്റ്, പരമാധികാര ഓർഡർ പഠിക്കുന്നുണ്ട്, തലതിരിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ. ഈ ഓർഡർ പഠിച്ചു വെച്ചോ. ഈ ഓർഡറിനെ തിരിച്ചും മറിച്ചും തരും. ആമുഖത്തിന്റെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് തലതിരിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഈ ഓർഡർ തന്നെ പഠിക്കുക കേട്ടോ. പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ്. ഇനി മൂന്നാമത്തത് എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം ഏതാണ്? ലക്ഷ്യങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്താണ്? നീതി വേണം, അതുപോലെ സമത്വം, സാഹോദര്യം, പിന്നെന്താണ്? സ്വാതന്ത്ര്യം അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ. ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യങ്ങൾ വരുന്നത്. നാലാമത്തത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച തീയതി എത്രയാണ്? 1949 നവംബർ മാസം 26 കേട്ടോ. ഭരണഘടന അംഗീകരിച്ച തീയതി എന്താണ്? ആമുഖത്തിന് ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? 49 നവംബർ 26. നമ്മുടെ ആമുഖത്തിൽ കാണുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാന്ന് ചോദിച്ചാല് 49 നവംബർ 26 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് 4 ഭാഗങ്ങളിൽ വരുന്നുണ്ട്.
ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആമുഖം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിലായിരിക്കണം എന്ന് നമുക്ക് HV കമ്മത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഏതാണ് പദം? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഭാരതത്തിലെ എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ആകെ ഒരൊറ്റ ഡേറ്റ് അതിൽ വരുന്നുള്ളൂ കേട്ടോ. ഏക തീയതി എത്രയാണ്? 1949 നവംബർ മാസം 26 കേട്ടോ. ഏക ഡേറ്റ് ആണ് 1949 26. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ ജനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് നമ്മളിപ്പോ പെട്ടെന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ചിലപ്പോൾ പാർലമെന്റ്, സുപ്രീം കോടതിയെ കാണുമ്പോൾ നമ്മൾ വേഗം അതിലേക്ക് എഴുതില്ലേ? അങ്ങനെയല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി ഈ നീതി നമ്മൾ എന്തൊക്കെയാ ലക്ഷ്യങ്ങൾ പറഞ്ഞ? നീതി, സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്ന്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മൂന്നും എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നുമാണ് കേട്ടോ. ഫ്രാൻസിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് എന്ന പദം, റിപ്പബ്ലിക് എന്ന പദം പറയാ എവിടെ നിന്നാണ്? ഫ്രാൻസ് അല്ലെ. ഫ്രാൻസ്. ഓക്കെ. റിപ്പബ്ലിക് എന്ന വാക്ക് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്ന്. ഓക്കെ. അപ്പോ നമ്മുടെ ആമുഖത്തിന് 4 ഭാഗങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. ഓക്കെ. 4 ഭാഗം ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് പറയുന്നതും, പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നും, ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അല്ലെ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏക ഡേറ്റ് ആണ് 49 നവംബർ 26. ഈ 4 ഭാഗങ്ങളാണുള്ളത് കേട്ടോ. ഈ നീതി എന്നത് ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യം എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി എത്ര തരം നീതിയുണ്ട്? 3 തരം നീതിയുണ്ട് കേട്ടോ. ഈ നീതി എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ട്? 3 തരമുണ്ട്. ഏതൊക്കെ നീതികളാണ്? സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ബാക്കി നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരങ്ങളെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആണോ? ഇതാ നമ്മളിവിടെ ആമുഖത്തിന്റെ ഫ്രണ്ട് പേജ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ? ഭാരതത്തിലെ ജനങ്ങളായ നാം. കണ്ടോ? വാക്ക് തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. പിന്നെ അതിൽ പറഞ്ഞ രാഷ്ട്രത്തിന്റെ ലക്ഷ്യം കണ്ടോ? പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കണ്ടോ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. കണ്ടോ? നീതി എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം. കണ്ടോ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം 3 എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് അല്ലെ. പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും എന്ന പദത്തിന് പകരം ഐക്യവും അഖണ്ഡതയും എന്ന വാക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ആകെ ഒരൊറ്റ ഡേറ്റേ പറയുന്നുള്ളൂ. കണ്ടോ? 49 നവംബർ 26. കണ്ടോ? ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനപ്പെട്ട ചെയ്തു. ഇനി നോക്കൂ, ഇവിടെ 1976 ഭരണഘടന 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതിയിലെ ഏത് ആക്ടാണ്? 2ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്ത് ചെയ്തു? വാക്കുകൾ കൂട്ടിച്ചേർത്തു അല്ലെ. പിന്നെ മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും ആക്കി എന്നും എന്തു പറയുന്നുണ്ട്?
ആമുഖത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആമുഖത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതോട് കൂടിയിട്ട് നമുക്ക് ആ കാറ്റഗറിയിൽ വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണമായിട്ട്, അതായത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. വനിതാ സംവരണ ബില്ല്. ഓക്കെ, നമുക്കിതില് എന്താണ് ഈ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഇതില് ലോകസഭയിലും അതേപോലെ തന്നെ നിയമസഭയിലും 33% സീറ്റുകൾ വനിതകൾക്കായിട്ട് സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് എന്ത് ചെയ്തത്? ലോകസഭ പാസാക്കിയത്. എവിടെയാണ്? ലോകസഭയിലും പിന്നെ നിയമസഭയിലും കേട്ടോ. ലോകസഭയിലും നിയമസഭയിലും എത്ര ശതമാനം സംവരണം? 33% സംവരണം. ഓക്കെ, 33% സീറ്റുകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബില്ലാണ് ഏത്? വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 106ാം ഭേദഗതിയാണ് കേട്ടോ. 106ാം ഭേദഗതി. ഓക്കെ, 106ാം ഭേദഗതിയാണ്. എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? 106ാമതാകുമ്പോ 128 കേട്ടോ. 128ാം ഭേദഗതി ബില്ല്. 106ാമത്തെ ഭേദഗതി. എത്രാമത്തെ ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചാൽ 128ാമത്തെ ഭേദഗതി ബില്ല്. ഈ ബില്ലിന്റെ പേരെന്താണ്? വനിതാ സംവരണ ബില്ല് എന്നാണോ? അല്ല അല്ലെ. നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഈ ബില്ലിന്റെ പേര്. ആരാണ് ഇത് അവതരിപ്പിച്ചത്? ലോകസഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമ മന്ത്രി ആരാണ്? അർജുൻ റാം മേഘവാൾ. ആരാണ്? അർജുൻ റാം മേഘവാൾ. അർജുൻ റാം മേഘവാൾ ആണ് ഇത് ലോകസഭയിൽ അവതരിപ്പിച്ചത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? വനിതാ സംവരണ ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023. ചോദ്യം ചോദിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. 2023 സെപ്റ്റംബർ മാസം 28-നാണ് കേട്ടോ. സെപ്റ്റംബർ 29-ന് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു കേട്ടോ. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് സെപ്റ്റംബർ 29. 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതങ്ങനെ നിയമമായി. 2023 സെപ്റ്റംബർ മാസം 29-ന് അതിന് പിറ്റേത്തെ ദിവസം തന്നെ അതെന്ത് ചെയ്തു? വിജ്ഞാപനം വരികയും ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ പുതിയ പാർലമെന്റ് വന്നിട്ടുണ്ട് അല്ലെ. പുതിയ പാർലമെന്റിലെ ആദ്യത്തെ ബില്ലാണ് കേട്ടോ. പുതിയ പാർലമെന്റ് എപ്പോഴാണ് ഈ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്? 2023 സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ എപ്പോഴാണ്? 19. ഓക്കെ, 2023 സെപ്റ്റംബർ 19-ന് പ്രവർത്തനം ആരംഭിച്ച പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ഓക്കെ, ഇതില് എന്താണ് ഇതിൽ പറയുന്നത്? പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകളുടെ 1/3 വനിതകൾക്കായിട്ട് സംവരണം ചെയ്യും. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് കേട്ടോ. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് എന്താണ് പറഞ്ഞത്? സീറ്റുകളുടെ 1/3 അല്ലെ. പട്ടികജാതി വർഗക്കാർക്ക് തന്നെ സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. എത്രയാ? 1/3 എന്ന് പറയുന്നത്. ആ 1/3 ആർക്കായിട്ട് സംവരണം ചെയ്യും? വനിതകൾക്കായിട്ട് സംവരണം ചെയ്യും. അതുപോലെ തന്നെ പൂർണ്ണ സംസ്ഥാന പദവി ഇല്ല അല്ലെ. ആർക്കാണ്? ഡൽഹിക്ക്. സംസ്ഥാനമാണോ? അല്ല, അതൊരു കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പൂർണ്ണ സംസ്ഥാന പരിധിയില്ലാത്ത ഡൽഹിയിലെ നിയമസഭയിലും സമാനമായിട്ടുള്ള സംവരണമാണ് ബില്ലില് വ്യവസ്ഥ ചെയ്യുന്നത് കേട്ടോ. ഡൽഹിയിലും ഇതേ തന്നെ 1/3 വനിതകൾക്കായിട്ട് സംവരണം. ഓക്കെ, അത് എവിടെയാണ്? ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. എന്തൊക്കെ പഠിച്ചു? ലോകസഭയിലും നിയമസഭയിലും 33% വനിതകൾക്കായിട്ട് സംവരണം ചെയ്യുന്ന ബില്ലാണ്. ആ ബില്ല് അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. നമ്മുടെ പുതിയ പാർലമെന്റ് 2023 സെപ്റ്റംബർ മാസം 19-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച
പുതിയ പാർലമെന്റിലെ ആദ്യത്തെ ബില്ലാണ്. ഇത് 106 ഭേദഗതിയിലാണ് കൊണ്ടുവന്നത്. 128 ഭേദഗതി ബില്ല്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാളാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഓക്കെയാണോ? പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ മാസം 28-നാണ്. വിജ്ഞാപനമായത് 29-നും. പുതിയ പാർലമെന്റ് 2023 സെപ്റ്റംബർ 19-നാണ് ഉദ്ഘാടനം ചെയ്തത്. പട്ടികജാതി വർഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്ത 1/3 സീറ്റും വനിതകൾ അതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ സംസ്ഥാന പദവി ഇല്ലാത്ത ഡൽഹിക്കും ഇതേ സംവരണം ഉറപ്പാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിനുമായിട്ട് ബന്ധപ്പെട്ടത്. സ്ത്രീ സംവരണ ബില്ല് അല്ലെ, വനിതാ ശാക്തീകരണ ബില്ല് അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദന അധിനിയം ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത കാറ്റഗറി നമ്പറിലെ ഭരണഘടനാ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. കൂട്ടുകാരോടായിട്ട് ഞാൻ പറയണം. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഭരണഘടനാ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടു അല്ലെ. ഇപ്പൊ അതിൽ നമ്മൾ കുറേ ടോപ്പിക്കുകൾ പഠിച്ചു അല്ലെ. 86 ഭേദഗതി പഠിച്ചു, ഗ്രാമസഭ പഠിച്ചു, ലോക അദാലത്ത് പഠിച്ചു, മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു, വിവരാവകാശ കമ്മീഷൻ പഠിച്ചു, മൗലിക അവകാശം പഠിച്ചു, മൗലിക മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിച്ചു. കണ്ടോ, ഇത്രയും ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വനിതാ സംവരണ ബില്ല് പഠിച്ചു ഇല്ലേ, പിന്നെ ആമുഖം പഠിച്ചു. അങ്ങനെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞു അല്ലെ. മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ നമ്മൾ ടോപ്പിക്കുകൾ, സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ കഴിഞ്ഞു. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ പരിചയപ്പെട്ടപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് കാറ്റഗറി നമ്പർ ക്വസ്റ്റ്യൻ പരിചയപ്പെടുന്ന സമയത്ത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനിയിപ്പോ ഇതേ ടോപ്പിക്കുമായിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കില്ല കേട്ടോ. നമുക്ക് അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ക്വസ്റ്റ്യൻ ഇട്ട് തരാം, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഞാൻ തരാം. എന്നിട്ട് നമ്മൾ ഇനി പറയാത്ത ടോപ്പിക് ഏതാണോ ആ ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങൾ നമുക്ക് പഠിക്കാം. എന്നല്ലേ നമുക്ക് ഭരണഘടന വേഗം ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്നും ഈ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്നും നമുക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തിട്ട് പഠിച്ചു വന്നതാണ്. അപ്പൊ ഇനിയും ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അത് ഇനി ഇതുവരെ ഉൾപ്പെടാത്ത ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ടോപ്പിക്ക് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു പോകും കേട്ടോ. എങ്കിൽ നമുക്ക് വേഗം അടുത്ത ഏരിയയിലേക്ക് കടക്കാൻ, അടുത്ത ഏത് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് പേപ്പറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നമുക്ക് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് അടുത്തത് എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്കത് നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.